ഒരിക്കലൊരിക്കൽ പുസ്തകങ്ങൾ മാത്രം കൂട്ടുണ്ടായിരുന്ന കാലം. ഒരു കൂട്ടുകാരൻ തന്നതോ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് എടുത്തതോ ആയ ഒരു സാധാരണ പുസ്തകം. വലിയ ആഘോഷമൊന്നുമില്ലാതെ നിങ്ങളത് തുറക്കുന്നു. പെട്ടെന്ന് നിങ്ങൾ ചുറ്റുമുള്ളതൊക്കെ മറന്ന് ആ കഥയിലേക്ക് അങ്ങ് വീഴുകയാണ്. പക്ഷേ ആ കഥയ്ക്ക് മുന്നേ ഒരു യാത്രയുണ്ട്. ദെർ ഈസ് നോ സച്ച് തിങ് ആസ് മാജിക് എന്ന വാചകം അസത്യമാക്കിയ യാത്ര. 1990 മാഞ്ചസ്റ്ററിൽ നിന്നും ലണ്ടനിലേക്കുള്ള ഒരു തീവണ്ടി യാത്രയിലാണ് ജോവാൻ എന്ന ഡിവോഴ്സ് കഴിഞ്ഞു നിൽക്കുന്ന ഒരു മാതാവിന്റെ മനസ്സിലേക്ക് ആ ആശയം കടന്നു വരുന്നത്. പൂർണ്ണരൂപം പ്രാപിക്കാത്ത 7 പുസ്തകങ്ങളുടെയോ ഒരു തലമുറയുടെ ആകെ ആരാധനയുടെയോ ഭാരമില്ലാത്ത ഒരു ചെറിയ മിന്നൽ പിളർ പോലെ. താനൊരു മാന്ത്രികനാണെന്ന് തിരിച്ചറിയാത്ത ഒരു ആൺകുട്ടി. ഒന്ന് എഴുതി വെക്കാൻ കയ്യിലൊരു പേന പോലും ഇല്ലായിരുന്നുവെന്ന് അവർ പിന്നീട് ഓർത്തെടുക്കുന്നുണ്ട്. അതിനാൽ ആ ചിന്തയുമായി അവൾ അവിടെ ഇരുന്നു. കിതച്ചു പായുന്ന തീവണ്ടിയുടെ താളത്തിനൊത്ത് ആ ചിന്ത വളരാൻ അവൾ അനുവദിച്ചു. ജോവാൻ കാറ്റ്ലിൻ റൗലിംഗ്. അവളെ അന്ന് തള്ളിപ്പറഞ്ഞ പബ്ലിഷർമാർ ഇന്ന് കരയുന്നുണ്ടാകും. നഷ്ടമായത് കോടികൾ, മതം പോലെ ഒരു ആരാധക കൂട്ടം. അതങ്ങനെ തന്നെ സംഭവിക്കണമായിരുന്നുവെന്ന് തോന്നിപ്പോകും. കോവണിപ്പടിക്കടിയിലെ ഇരുണ്ട മുറിയിൽ ഒറ്റയ്ക്കായ, ആരുടെയും സ്നേഹം കിട്ടാത്ത ഒരു ശോഷിച്ച ആൺകുട്ടിയെ നിങ്ങൾ അവിടെ വെച്ച് കണ്ടുമുട്ടി. എങ്ങനെയോ അവനെ നിങ്ങൾക്ക് പണ്ടേ അറിയാമായിരുന്നു. പിന്നെ ആ പുസ്തകത്തിലെ ഓരോ അക്ഷരം വായിക്കുമ്പോഴും ആ ലോകം പതുക്കെ വലുതായി. ആകാശത്തു കൂടി മൂങ്ങകൾ പറന്നു വന്നു. ഇഷ്ടിക മതിലുകൾ തനിയെ തുറന്നു. ആരും കണ്ടിട്ടില്ലാത്ത പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് മാന്ത്രിക ട്രെയിനുകൾ കൂകിപ്പാഞ്ഞു. അതൊക്കെ സത്യമാണെന്ന് ആ കൊച്ചു പ്രായത്തിൽ നാം വിശ്വസിച്ചു. ക്ലാസ്സിൽ ടീച്ചർ കാണാതെ നമ്മൾ അടുത്ത പേജിലേക്ക് കണ്ണോടിച്ചു. കോവണികൾ തനിയെ വഴിമാറുന്ന, ചുവരിലെ ചിത്രങ്ങൾ സംസാരിക്കുന്ന ആ മാന്ത്രിക ലോകത്ത് കുറച്ചു നേരം കൂടി നിൽക്കാൻ വേണ്ടിയായിരുന്നു അത്. ദൈവമേ, ഹാരിക്കും റോണിനും ഹെർമോണിക്കും ഒന്നും പറ്റരുതേ. അഴുക്ക ചെറുക്കൻ ഡ്രേക്കോ തന്തേക്കാൾ മോശം. ഹോഗ്വാർട്സിന്റെ രൂപഘടനയ്ക്ക് ബ്രിട്ടനിലെ പുരാതനമായ ബോർഡിംഗ് സ്കൂളുകളോട് വലിയ കടപ്പാടുണ്ട്. അവയുടെ പഴമയുറങ്ങുന്ന ഭവനങ്ങൾ, വിചിത്രമായ പാരമ്പര്യങ്ങൾ, കുടിപ്പകകൾ, ആചാരങ്ങൾ എന്നിവയോട്. എന്നാൽ അതിനുമപ്പുറം ചരിത്രം പ്രതിധ്വനിക്കുന്ന കാൽപാതകളുള്ള ഓർമ്മകളേക്കാൾ പഴക്കം തോന്നിക്കുന്ന പ്രകൃതിയുള്ള ഇരുൾ വീണ പഴയ ചില ഇടങ്ങളിൽ നിന്നും അത് ഊർജം ഉൾക്കൊള്ളുന്നു. റൗളിംഗ് പിൽക്കാലത്ത് ഈ പരമ്പരയുടെ സിംഹഭാഗവും എഴുതി തീർത്ത എഡിൻബറോ നഗരത്തിന് മുകളിൽ തലയുയർത്തി നിൽക്കുന്ന കോട്ടയുടെ ഗോതിക് നിഴലുകളോ, നീണ്ട അനിശ്ചിതത്വം നിറഞ്ഞ ഉച്ചതിരിഞ്ഞ നേരങ്ങളിൽ കാപ്പിക്കോപ്പുകൾക്ക് മുന്നിലിരുന്ന് ആശയങ്ങൾക്ക് രൂപം നൽകിയ ദി എലിഫന്റ് ഹൗസ് പോലെയുള്ള കഫേകളുടെ പുകപുരണ്ട ഭിത്തികൾ പുസ്തകത്താളുകളിൽ പറ്റിയിരുന്നു. വലിച്ചെറിഞ്ഞ പലർക്കും മറുപടിയായി ബ്ലൂസ്ബെറി പബ്ലിഷിംഗ് ഒരു പരീക്ഷണം നടത്താൻ തയ്യാറായി. വെറും 500 കോപ്പികൾ മാത്രം അച്ചടിച്ചുകൊണ്ട് പുസ്തകങ്ങൾ കൈകളിൽ നിന്ന് കൈകളിലേക്ക്, വായനക്കാരിൽ നിന്ന് വായനക്കാരിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. കഥകളിൽ അതുവരെ തങ്ങളെ തന്നെ കണ്ടെത്താൻ കഴിയാതിരുന്ന കുട്ടികൾ പെട്ടെന്ന് തങ്ങളെ അവിടെ കണ്ടു. മാതാപിതാക്കളും അവർക്കൊപ്പം വായിച്ചു. ക്ലാസ് മുറികളുടെ സ്വഭാവം മാറി. ലൈബ്രറികളിൽ കാത്തിരുന്നവരുടെ പട്ടിക നീണ്ടു വന്നു. ഒടുവിൽ ആരും ശ്രദ്ധിക്കുന്നതിന് മുൻപേ ഹാരി പോട്ടർ എല്ലായിടത്തും നിറഞ്ഞു നിന്നു. വിൽപ്പന ദശലക്ഷങ്ങളിലേക്ക് കുതിച്ചു. പിന്നെ അത് കോടികളായി. പുസ്തകത്തിലെ കഥകൾ സിനിമകളായി നമ്മുടെ മുന്നിൽ എത്തിയപ്പോൾ അത് മറ്റൊരു വലിയ അത്ഭുതമായി മാറി. ആകാശത്ത് ഒഴുകി നടക്കുന്ന മെഴുകുതിരികളും മന്ത്രവടികളും രഹസ്യ അറകളും നമ്മൾ നേരിട്ട് കണ്ടു. ഹാരിയും കൂട്ടുകാരും നമ്മുടെ സ്വന്തം കൂട്ടുകാരെ പോലെയായി. ജോൺ വില്യംസിന്റെ സംഗീതം പുസ്തകം വായിക്കുമ്പോഴും നമ്മളെ തേടി വന്നു. ഡാനിയൽ റാഡ്ക്ലിഫും എമ്മ വാട്സണും അലൻ റിക്മാനും റാൽഫ് ഫൈൻസും റോബർട്ട് ഗ്രിൻഡും മാഗി സ്മിത്തും ഒക്കെ കഥാപാത്രങ്ങൾക്ക് അനശ്വരത നൽകി. പക്ഷേ ഇന്നൊരു പുതിയ ടെലിവിഷൻ പരമ്പരയുടെ രൂപത്തിൽ ഹോഗ്വാർട്സിലേക്കുള്ള മടങ്ങിവരവ് ഒരുങ്ങുന്നു. ഈ പരമ്പര ഏറ്റവും ആകർഷകമായി വാഗ്ദാനം ചെയ്യുന്നത് സമയമാണ്. സിനിമകൾക്ക് പലതും ചുരുക്കേണ്ടി വന്നയിടത്ത് ദൈർഘ്യമേറിയ ഈ കഥ പറച്ചിലിനും മുൻപ് നഷ്ടപ്പെട്ടവയെ പുനഃസ്ഥാപിക്കാൻ കഴിയും. കൗമാരത്തിലെ നിശബ്ദമായ സംഘർഷങ്ങൾ, സൗഹൃദത്തിന്റെ പതുക്കെയുള്ള വളർച്ച, പ്രായമേറുന്തോറും വർദ്ധിക്കുന്ന ധാർമ്മികമായ സങ്കീർണതകൾ. സെവറസ് സ്നേപ്പിനെ പോലെയുള്ള കഥാപാത്രങ്ങൾക്ക് അവർ അർഹിക്കുന്ന ക്ഷമയോടെ വികസിക്കാൻ അവസരം ലഭിച്ചേക്കാം. എങ്കിലും ചോദ്യം അവശേഷിക്കുന്നു. ഇത്രയധികം സ്നേഹിക്കപ്പെട്ട ഒരു കഥ വീണ്ടും പറയുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? പലർക്കും ഹാരി പോട്ടറുടെ കഥ പൂർണ്ണമാണ്.
അഭിനേതാക്കളെ മാറ്റുന്നത് വളരെ വ്യക്തിപരമായ ഒന്നിൽ അസ്വസ്ഥതയുണ്ടാക്കാൻ സാധ്യതയുണ്ട്. വൈവിധ്യം വർദ്ധിപ്പിക്കുന്നത് ഈ ലോകത്തെ കൂടുതൽ സമ്പന്നമാക്കാം. എന്നാൽ കൃത്യമായ കഥാപശ്ചാത്തലം ഇല്ലാതെ ചെയ്താൽ അത് അർത്ഥവത്തായതിനേക്കാൾ ഉപരി കേവലം ഒരു അലങ്കാരം മാത്രമായി അനുഭവപ്പെടാം. പരമ്പര നേരിടുന്ന ഏറ്റവും വലിയ ബാഹ്യ വെല്ലുവിളികളിലൊന്ന് JK റൗളിങ്ങിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളാണ്. ലിംഗഭേദത്തെയും സ്വത്വത്തെയും കുറിച്ചുള്ള അവരുടെ നിരന്തരമായ പ്രസ്താവനകൾ ട്രാൻസ്ജെൻഡർ സമൂഹത്തിനും അവരെ പിന്തുണയ്ക്കുന്നവർക്കും ഇടയിൽ വലിയ വേദനയും അകൽച്ചയും സൃഷ്ടിച്ചിട്ടുണ്ട്. സ്നേഹത്തിന്റെയും ഉൾക്കൊള്ളലിന്റെയും പേരിൽ ആഘോഷിക്കപ്പെട്ട ഒരു കഥയുടെ സൃഷ്ടാവിന് നേരെ ഉയർന്ന ഈ വിമർശനങ്ങൾ ഫാൻ ബേസിനെ വിഭജിക്കുകയും ബഹിഷ്കരണ ആഹ്വാനങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തു. എന്തായാലും കൂകിപ്പായാൻ തയ്യാറായി ഒരു തീവണ്ടിയും അതിൽ നിറയെ ആകാംക്ഷയുടെ കണ്ണുകൾ. നമുക്ക് വീണ്ടും യാത്ര പോകാം.